എല്ലാവർക്കും രശ്മി സെറിൻ റെസിപ്പീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. റാഗി കൊഴുക്കട്ട. കൊഴുക്കട്ട തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറുക്കാത്ത റാഗിപ്പൊടിയാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് റാഗിപ്പൊടിക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 2 ചെറിയുള്ളിയും 1/2 ടീസ്പൂൺ ജീരകവും ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 1/2 കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പൊടി വെള്ളമായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 1/2 കപ്പ് പൊടി എടുക്കുമ്പോൾ 1/2 കപ്പ് വെള്ളം തന്നെ മതിയാകും. പാകത്തിനുള്ളൊരു വെള്ളത്തിൻ്റെ അളവാണിത്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പൊടിയെല്ലാം നനഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി പൊടിയുടെ ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിവിടെ വെള്ളത്തിലേക്ക് പൊടി ഇട്ടിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അതേപോലെ തന്നെ പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് നമ്മുടെ കയ്യിലേക്ക് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി കുഴച്ചെടുത്തിരിക്കുന്ന മാവിൽ നിന്ന് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചെറിയ കൊഴുക്കട്ടകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ ചെറിയൊരളവിലാണ് കാണിച്ചിരിക്കുന്നത്. ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കൂടുതൽ അളവിൽ ഉണ്ടാക്കി നോക്കണം. എല്ലാ കൊഴുക്കട്ടയും ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു സ്റ്റീമർ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒരു സ്റ്റീമർ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൊഴുക്കട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കൊഴുക്കട്ട ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കൊഴുക്കട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൊഴുക്കട്ട നമുക്ക് വെറുതെ കഴിക്കാനും രുചിയാണ്. അതേപോലെ തന്നെ കറി കൂട്ടി കഴിക്കാനും നല്ലതാണ്. ഇനി കറി ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഒന്ന് കടുക് വറുത്തിട്ട് ഒന്നും കൂടി ഒന്ന് രുചികരമാക്കി മാറ്റാം. ഇനി ഇതൊന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിനൊരു കടുക് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 4-5 ചെറിയുള്ളി ഒന്ന് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് എണ്ണയിലൊന്ന് കരിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളകും ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിയൊന്ന് കരിയാതെ ഫ്ലെയിം ലോയിലേക്ക് വെച്ച് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊഴുക്കട്ടയിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടാണ് കുഴച്ചെടുത്തിരുന്നത്. എന്നാലും ഇതിലേക്ക് 1 നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ഈ തേങ്ങയ്ക്കും അതേപോലെ തന്നെ കൊഴുക്കട്ട ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ പുറം ഭാഗത്തൊക്കെ ചെറിയൊരു ഉപ്പ് രസം ഉണ്ടാവുള്ളൂ. തേങ്ങയിലേക്ക് കൊഴുക്കട്ടയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ രുചികരമായിട്ടുള്ള റാഗി കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറുതെ കഴിക്കാൻ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. നമുക്ക് വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല. റാഗി സാധാരണ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റാഗിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം. അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം. കൂടാതെ ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നതുവരെ നന്ദി.